രാധിക പറഞ്ഞ ആ കുട്ടിയുണ്ടല്ലോ, ബിച്ചു, അവനെ കണ്ടു. അവൻ രാധികയോട് പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചു. പക്ഷേ അവൻ കാണിച്ചു തന്ന മുറിയില് നാളുകളായിട്ട് പേഷ്യൻസ് ഇല്ല. മെയിന്റനൻസ് നടക്കുന്നതുകൊണ്ട് അതിൽ പേഷ്യൻസിനെ പ്രവേശിപ്പിക്കാറുമില്ല. സർ, സാറും സാറിന്റെ ഫോഴ്സും കൂടി ഒരു സ്ഥലം സെർച്ച് ചെയ്തിട്ട് അതിനെ സംശയിക്കുകയാണെന്ന് കരുതരുത്. ഒരുപക്ഷെ സാർ അവിടെ ചെന്നതിന് ശേഷം അവർ ശ്യാമ മേഡത്തിനെ മാറ്റിയതാണെങ്കിലോ, താൽക്കാലികമായിട്ട്. സംശയങ്ങളൊന്നും ഞങ്ങൾ പോലീസുകാർ തള്ളിക്കളയില്ല വരും. എനിവേ, അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഞങ്ങളിൽ നിന്നും ഒളിക്കാൻ പറ്റില്ല. ഇന്ന് മുതൽ കുറച്ച് ദിവസത്തേക്ക് ആ ഹോസ്പിറ്റൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. നമുക്ക് അവിടുന്ന് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമോ നോക്കാം. ഓക്കെ? ശരി സർ. പിന്നെ ആ കുട്ടിയുടെ കാര്യം, ബിച്ചുവിന്റെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യേണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വിളിച്ചു പറയൂ, ഞാൻ അവരോട് സംസാരിക്കാം. ഓക്കെ സർ. ആൻഡ് രാധിക, ഡോണ്ട് വറി. അമ്മയുടെ കാര്യത്തിൽ സാധാരണ ഒരു കേസിനേക്കാൾ വളരെ ടെൻസ്ഡ് ആണ് ഞാൻ. പരമാവധി വേഗത്തിൽ നമുക്ക് ശ്യാമ മേഡത്തിനെ കണ്ടുപിടിക്കാം. ഓക്കെ? ഓക്കെ വരും, ഞാൻ വിളിക്കാം. ശരി സർ. എടോ, ഒട്ടും ഭാഗ്യമില്ലല്ലേ വരുൺ. മാറ്റി നിർത്താനാണെങ്കിൽ അവർക്ക് ഇതിനെ കൂടുതൽ സമയമല്ലേ. ആ പ്രതീക്ഷ അവസാനിച്ചു. നമ്മൾ കണ്ടുപിടിക്കടോ, ഉറപ്പായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഹലോ, എന്നിട്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശരി. ഇതിനു മുമ്പും ഇവിടെ ഇതുപോലെ സെർച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു വ്യത്യാസമുണ്ട്. കൃത്യമായി അവരന്വേഷിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് പോലീസുകാർ ഇവിടെ വന്നത്. ആ ACP ഉണ്ടല്ലോ, അയാൾ തുടക്കം മുതലേ ശ്യാമയുടെ കേസ് അന്വേഷിക്കുന്ന ആളാ. അതുവഴി വരുണുമായും രാധികയുമായും നല്ല ബന്ധമാണ്. അവരൊരു കാര്യം ആവശ്യപ്പെട്ടാൽ മറ്റൊന്നും നോക്കാതെ അയാൾ ചാടി ഇറങ്ങുകയും ചെയ്യും. ഇനിയിപ്പോ അടുത്ത മൂവ്മെന്റ് എന്താ? സാറ് ടെൻഷനാവുമൊന്നും വേണ്ട. ഹോസ്പിറ്റലിന്റെ കാര്യത്തിൽ ഒന്നും സംഭവിക്കില്ല. ഡോക്ടർക്ക് ദോഷമൊന്നും ഉണ്ടാവാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. ശ്യാമയെ അമൃതയെ ഇപ്പൊ അവിടുന്ന് മാറ്റുന്നത് അപകടമാണ്. കാരണം ഇന്ന് അവിടെ സെർച്ച് നടന്നുകൊണ്ട് സ്വാഭാവികമായും ഹോസ്പിറ്റലിന്റെ ചുറ്റും ഒരു പോലീസ് വലയുണ്ടാവും, നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ. ശ്യാമയെ അമൃതയെ അവിടുന്ന് നമ്മൾ കടത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും പിടിക്കപ്പെടും. യെസ്, യു ആർ കറക്റ്റ്. ശ്യാമയെ എന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോ ഇതൊരു ഈസി ഗെയിമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ അല്ല.